വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ സംഭവത്തിൽ കുറ്റസമ്മതം നടത്തി പുതുപ്പാടി മുൻ ലോക്കൽ സെക്രട്ടറി പി.കെ. ഷൈജൽ. സന്ദേശത്തിൽ മതവിരുദ്ധത ഉണ്ടെന്ന് സമ്മതിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ പുറത്തുവന്നു. ബലിപെരുന്നാൾ ദിനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ സംഭവം ഏറെ വിവാദമായതിന് പിന്നാലെയാണ് പ്രതികരണവുമായി പുതുപ്പാടി മുൻ ലോക്കൽ സെക്രട്ടറി പി.കെ. ഷൈജൽ രംഗത്തെത്തിയത്. മുസ്ലിം മതവിശ്വാസങ്ങളിൽ തെറ്റിദ്ധാരണയ്ക്കിടയാക്കും വിധം പാർട്ടി നയത്തിന് വിരുദ്ധമായി പോസ്റ്റിട്ടതിൽ കുറ്റസമ്മതം നടത്തുന്ന പി.കെ. ഷൈജലിന്റെ വീഡിയോ പുറത്തുവന്നു. വസ്തുത എനിക്ക് വന്നൊരു മെസ്സേജ് ഞാൻ ഫോർവേഡ് ചെയ്തു എന്ന് മാത്രം. ആ ഫോർവേഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ എല്ലാവർക്കും പ്രിയ സുഹൃത്തുക്കൾക്ക് ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ട ആളാണ്. അപ്പോൾ അതിലൊരു ഒരു മതവിരുദ്ധത ഉണ്ട് എന്ന് തിരിച്ചറിവുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഗതികളിൽ ഒരു പാർട്ടി പ്രവർത്തനം CPIMൻ്റെ ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് വന്നിട്ടുള്ളത്. അതിൽ നിരുപാധികം ക്ഷമ ചോദിച്ച് ഞാൻ വീണ്ടും ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്ന പോസ്റ്റൊന്നും ആരും ഷെയർ ചെയ്തിട്ടില്ല. മറ്റേ സംഗതി മാത്രമാണ് ഷെയർ ചെയ്യപ്പെട്ടത്. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം പാർട്ടി ഏരിയ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി ചേരുകയും ഇതുപോലെ ഇങ്ങനെ നടന്നതിൻ്റെ ഭാഗമായി നടപടി നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പരാമർശത്തിനെതിരെ പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്തെത്തിയതിന് പിന്നാലെ പുതുപ്പാടി ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തതായുള്ള CPM നിർദ്ദേശവും പുറത്തുവന്നു. പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മുസ്ലിം മതവിശ്വാസങ്ങളിൽ തെറ്റിദ്ധാരണയ്ക്കിടയാക്കും വിധം പാർട്ടി നയത്തിന് വിരുദ്ധമായി പോസ്റ്റിട്ടതിനാണ് ഷൈജലിനെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് CPM വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. നിലവിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം T.K. മൊയ്തീന് സെക്രട്ടറി ചുമതല കൈമാറി. അതേസമയം മതവിശ്വാസത്തെയും ആചാരങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ അവഹേളിച്ച P.K. ഷൈജലിനെതിരെ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പുതുപ്പാടി മുസ്ലിം ലീഗ് കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.